കാൽവറിയിലൂടെ നമ്മെ സ്നേഹിക്കുകയും ദത്തെടുക്കുകയും ചെയ്ത സ്വർഗസ്ഥനായ പിതാവിന് മഹത്വവും പുകഴ്ചയും സ്തോത്രവും സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കും. ഇന്നയോളം നമ്മെ കൺമണി പോലെ കാത്ത, നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മെ പുലർത്തിയ പിതാവിനെ പോലെ, മാതാവിനെ പോലെ, സ്നേഹിതനെ പോലെ നമ്മോടൊപ്പം ഇരുന്ന, നമ്മെ ഉപദേശിച്ച് നടത്തിയ ത്രിയേക ദൈവത്തിന്റെ വലിയ സ്നേഹ കരുണകൾക്കായിട്ട് സ്തോത്രം. നമുക്കൊരുമിച്ച് ഇന്ന് രാത്രിയിലും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടി ദൈവത്തിന്റെ വചനം പഠിപ്പാനും ചിന്തിപ്പാനും ദൈവം ഒരുക്കുന്ന സാവകാശങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിലാണല്ലോ നാം ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ 14, 15, 16 വാക്യങ്ങൾ നമുക്കൊന്നും കൂടെ വായിക്കാം. 14 verses 14 to 16. Then I looked, and behold, a white cloud, and seated on the cloud one like a son of man, with a golden crown on his head, and a sharp sickle in his hand. And another angel came out of the temple, calling with a loud voice to him who sat on the cloud, "Put in your sickle and reap, for the hour to reap has come, for the harvest of the earth is fully ripe." So he who sat on the cloud swung his sickle across the earth, and the earth was reaped. സ്തോത്രം. നാം ഇവിടെ പ്രത്യേകിച്ച് 14 തൊട്ട് എന്തെങ്കിലും കേൾക്കാൻ തടസ്സമുണ്ടായോ? ഇല്ലെന്നാ തോന്നുന്നു ഫാസ്റ്റ്. ഇവിടെ ഒരു ചെറിയ ഒരു ലൈറ്റ്നിങ് പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്ക് സൂചന കിട്ടി. ഓക്കെ, ചിലർക്കൊക്കെ അനുഭവപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, റൗട്ടറിന്റെ അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ടും ശരി. ഇവിടെ നമ്മൾ 14-ാമത്തെ അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ 2 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്നൊരു വിളവെടുപ്പും 14 തൊട്ട് 16 വരെ ഹാർവസ്റ്റിംഗ്. പതിനേഴ് തൊട്ട് 20 വരെ ന്യായവിധിയുടെ ചക്കു മെതിക്കുന്നതുമാണ്. ടോഡിങ് ഡൗൺ the wine press of judgment. അത് പ്രത്യേകിച്ച് അർമഗദ്ദോൻ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടു. അതിന്റെ വിശദീകരണങ്ങൾ 16-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലുമായിട്ട് ചിതറിക്കിടക്കും. നമ്മൾ 14-ാമത്തെ വാക്യം മുതൽ ഇന്നലെ ചിന്തിച്ചു വരികയായിരുന്നു. ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? നമ്മൾ അല്പം പുറകോട്ടിറങ്ങി പോയിരുന്നു ആ ഭാഗങ്ങൾ ചിന്തിച്ചപ്പോൾ. ആ ഭാഗങ്ങളെക്കുറിച്ച് C.S. സ്പർജന്റെ വാക്കുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്.
ആ സന്ദർഭത്തിലാണ് യേശുക്രിസ്തു ജയാളിയായ വിഷയത്തെക്കുറിച്ചും കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ യേശുവിന്റെ ക്രൂശീകരണത്തിൽ ക്രിസ്തു ഏർപ്പെട്ട യുദ്ധത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിച്ചു. പാപം ചെയ്ത മനുഷ്യന് വിരോധമായി നിന്ന ദൈവത്തിന്റെ ചട്ടങ്ങളെയും വിധികളെയും ന്യായപ്രമാണത്തെയും കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ യേശുക്രിസ്തു നമുക്ക് വിരോധമായിരുന്ന ആ പ്രമാണങ്ങളെ നിവർത്തിച്ചുകൊണ്ട് നമുക്കും ദൈവത്തിനും ഇടയിൽ നിന്നും നീക്കി എന്ന് കൊലോസ്യർ 2:14 പറയുന്നത് അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്തു എന്ന അർത്ഥത്തിലല്ല. പകരം അതിനെ നിവർത്തിച്ച് അത് നമുക്ക് എതിരായി ഇനിമേലിൽ നിൽക്കാതെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി എന്നർത്ഥമാണ്. ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നതെന്ന് യേശു മത്തായി 5-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ഓർമ്മ കാണുമല്ലോ. അവിടെ പറയുന്ന നീക്കുക എന്നതും കൊലോസ്യർ 2:14 പറഞ്ഞിരിക്കുന്ന നീക്കി എന്നതും രണ്ടും രണ്ടാണെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അങ്ങനെ ക്രൂശിൽ യേശുക്രിസ്തു ഏർപ്പെട്ടത് ഒരു അക്ഷരീയമായ യുദ്ധമായിരുന്നില്ല, ഒരു ആത്മീയമായ യുദ്ധം എന്ന് വെച്ചാൽ ഒരു നിയമയുദ്ധം എന്ന് തന്നെ നമുക്ക് പറയാം. ദൈവത്തിന്റെ നിയമങ്ങളുമായുള്ള ബന്ധത്തിൽ യേശു തന്റെ രക്തത്താൽ, തന്റെ മരണത്താൽ, തന്റെ പ്രായശ്ചിത്ത യാഗത്താൽ ആ യുദ്ധം ജയിച്ചു എന്ന് വെച്ചാൽ ദൈവം അതിൽ സന്തുഷ്ടനായി. ചിലരൊക്കെ പറയുന്നത് പോലെ പുത്രന്റെ രക്തം കുടിച്ചോ അല്ലെങ്കിൽ യാഗമൃഗങ്ങളുടെ രക്തം കുടിച്ചോ ദൈവം സന്തുഷ്ടനായതും കേൾക്കാമല്ലേ? ഇപ്പൊ സ്തോത്രം. ഞാൻ ഇതെല്ലാം അങ്ങോട്ടൊന്ന് പിടിച്ചപ്പം വേറെ എങ്ങാണ്ടായി പോയതാ. ഇയർഫോണെ പിടിച്ചപ്പം അതെന്തോ സെറ്റിങ്ങിൽ തെറ്റിപ്പോയതാ. സോറി. അപ്പൊ പറഞ്ഞു വന്നത്, ദൈവം സന്തുഷ്ടനായി എന്ന് വെച്ചാൽ ചോര കണ്ടപ്പം ദൈവം തൃപ്തനായി എന്നല്ല. പുത്രന്റെ ചോര കുടിച്ച് പിതാവായ ദൈവം തൃപ്തനായി എന്നല്ല. യാഗമൃഗങ്ങളുടെ ചോര കുടിച്ച് ദൈവം അങ്ങ് വയറു നിറച്ചു സന്തോഷവാനായി എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. പകരം ദൈവത്തിന്റെ നീതിയുള്ള നിയമത്തെ നിവർത്തിച്ചതിൽ ഉള്ള തൃപ്തിയാണ്. ദൈവത്തിന്റെ നിയമം പാലിക്കപ്പെട്ടു, പാപത്തിന് ശിക്ഷ വിധിച്ചപ്പോൾ. സ്തോത്രം. അപ്പോൾ മനുഷ്യന്റെ പാപത്തിന് യേശു തന്റെ രക്തത്താൽ പ്രായശ്ചിത്തം വരുത്തി. ആ ഒരു പദമാണ് വളരെ പ്രധാനപ്പെട്ടത്. അറ്റോൺമെന്റ്, പ്രായശ്ചിത്തം വരുത്തി.
പരിഹാരം വരുത്തി, പാപത്തിന് പരിഹാരം വരുത്തി. അത് ദൈവത്തിന്റെ നീതിയെ നിവർത്തിച്ചുകൊണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ മേൽ ആർക്കും ദൈവം നീതിമാനല്ല എന്ന ആരോപണം ഉന്നയിക്കുവാൻ കഴിയുകയില്ല. അതാണ് നാം റോമർ 3:24 മുതൽ 26 വരെ വായിക്കുന്നത്. ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തു. To demonstrate God's justice or righteousness, God allowed his son to be atoned for sin on the cross. അങ്ങനെയാണ്. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? ഇങ്ങനെ പലപ്പോഴും ചോദിച്ചതാ, ഇപ്പോഴും എന്നോട് പലരും ചോദിക്കുന്നു. നമ്മൾ ഈ പേരൻസ് ഒക്കെ മക്കളെ സ്കൂളിൽ വിടാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ രക്തം നിനക്ക് കൂട്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ യേശുവിൻ രക്തത്തിനെ സൂക്ഷിക്കട്ടെ, അല്ലെങ്കിൽ വീടിന് ചുറ്റും ഞാൻ യേശുവിൻ രക്തം തളിക്കുന്നൊക്കെ എല്ലാരും പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. അത് ദൈവ വചനവിരുദ്ധമാണോ അതോ വചനീയമാണോ? അത് വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മളിതിനു മുമ്പും ഒന്നിലധികം പ്രാവശ്യം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം പാപത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് ചൊരിയപ്പെട്ടത്. 2, ആ യേശുവിന്റെ രക്തത്താൽ തളിക്കൽപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ശുദ്ധീകരണമാണ് രക്തം കൊണ്ട് ഉള്ളത്. വീണ്ടെടുപ്പും ശുദ്ധീകരണവുമാണ് യേശുവിന്റെ രക്തം കൊണ്ട് സാധ്യമാകുന്നത്. വീണ്ടെടുപ്പ്, 2 ശുദ്ധീകരണം, ക്ലെൻസിങ്. നമ്മൾ എബ്രായർ 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. പുണ്യാഹ രക്തം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ദാറ്റ് ക്ലെൻസസ്, blood that is sprinkled for cleansing. ചോരത്തളി എന്ന് പറയുന്നത് ശുദ്ധീകരണം എന്നാണ് വേദപുസ്തകത്തിന്റെ അർത്ഥം. സ്പ്രിങ്ക്ലിംഗ് ഓഫ് ദ ബ്ലഡ് ഷോസ് ദ ക്ലെൻസിങ്. അപ്പോൾ ആ യേശുവിന്റെ രക്തത്താൽ പ്രധാനമായുമുള്ള 2 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ശുദ്ധീകരണം, മറ്റൊന്ന് നമ്മുടെ വീണ്ടെടുപ്പ്. അതായത് ആസ് എ റാൻസം, മറുവിലയായി നൽകപ്പെടുന്നു. മറുവിലയായി നൽകിയിട്ട് നമ്മെ വീണ്ടെടുക്കുന്നു. മറുവില നൽകി വീണ്ടെടുക്കും. മറ്റൊന്ന്, നമുക്ക് ആ യേശുവിന്റെ രക്തം ഈ പറയപ്പെട്ട യാതൊരു കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുവാൻ സാധ്യമല്ല എന്നതിൻ്റെ അടിസ്ഥാനം ആ രക്തത്തിന്റെ കസ്റ്റോഡിയൻസ്, സൂക്ഷിപ്പുകാർ നാം അല്ല എന്നുള്ളതാണ്. യേശുവിന്റെ രക്തം ആരുടെ പക്കൽ ആയിരിക്കുന്നു? പിതാവായ ദൈവത്തിന്റെ. നമ്മുടെ ആരുടെയും പക്കൽ അത് ഏൽപ്പിച്ചിട്ടില്ല. മനുഷ്യന് യേശുവിന്റെ രക്തത്തോട് ആക്സസ് ഇല്ല. മനുഷ്യന് യേശുവിന്റെ രക്തം സ്വായത്തമാക്കാൻ കഴിയില്ല. യേശുവിന്റെ രക്തത്തോട്, അല്ലെങ്കിൽ ആ രക്തത്തെ നമുക്ക് എടുക്കാനോ പ്രാപിക്കുവാനോ, നമ്മുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കുവാനോ ആ രക്തത്തിന്റെ മേൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമുക്ക് അതിന്മേൽ അങ്ങനെ ഉപയോഗിക്കുവാൻ അവകാശമില്ല. ആ രക്തം ഉപയോഗിക്കുവാൻ അധികാരമുള്ളത്
അതാരുടെ പക്കലാണോ അവർക്ക് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ മാത്രം അടുക്കലാണ് യേശുവിന്റെ രക്തം. അതുകൊണ്ട് തന്നെ നമുക്ക് അത് അങ്ങനെ അപ്ലൈ ചെയ്യാൻ, ആ രക്തം അങ്ങനെ പുരട്ടാനും തളിക്കാനും ഒഴിക്കാനും ഒന്നുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇല്ല. അങ്ങനെ നമുക്ക് പറ്റാത്ത ഒരു കാര്യം പ്രാർത്ഥിച്ചു പറയുന്നത് കൊണ്ട് നമുക്കൊരു സുഖം, നമുക്കൊരു ഒരു ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകുന്നു എന്നതല്ലാതെ അതിന് വേദപുസ്തക അടിസ്ഥാനം ഇല്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ സൂക്ഷിക്കാനും നമ്മളെ നമ്മുടെ വണ്ടിയിൽ പരിപാലിക്കാനും ഒന്നും വേണ്ടി അല്ല യേശുവിന്റെ രക്തം ചീന്തപ്പെട്ടത്. വീടും പൂട്ടി പോകുമ്പോൾ അല്ല, യേശു തന്റെ പുണ്യാഹ രക്തം, തന്റെ വിലയേറിയ രക്തം, വിലമതിക്കാനാകാത്ത രക്തം ക്രൂശിൽ ചൊരിഞ്ഞത് ഇതിനൊന്നിനും വേണ്ടിയല്ല. നമ്മൾ ആ രക്തത്തിന്റെ വില കുറച്ചു കാണരുത്. സ്തോത്രം. നമ്മുടെ സംരക്ഷണത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാ ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതിന് രക്തം തളിക്കാനും ഗബ്രിയേലിനോടും മീഖായേലിനോടും കൽപ്പിക്കാനും ഒന്നും നമ്മൾ പോകാതിരുന്നാൽ മതി. പക്ഷേ യേശുവിന്റെ രക്തം നമ്മൾ വായിൽ ഉച്ചരിക്കുമ്പോൾ തന്നെ സാധാരണ വിറയ്ക്കുമെന്നൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ പറയുമ്പോഴും രക്തത്താൽ ജയമെന്ന് പറയുമ്പോഴും ഒക്കെ സാത്താൻ വിറയ്ക്കുമെന്നും ഒക്കെ നമ്മുടെ ഇടയിൽ പ്രസംഗങ്ങൾ ധാരാളമുണ്ട്. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ യേശുവിന്റെ രക്തത്താലോ അല്ലെ രക്തമെന്ന് ഉച്ചരിക്കുമ്പോഴോ അതുപോലെയുള്ള വല്ല ജയമോ എന്തെങ്കിലും നടക്കുന്നതായിട്ട് എൻ്റെ ഓർമ്മയിലൊന്നും വരുന്നില്ല. എന്നാൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങും എന്ന് തിരുവെഴുത്തുണ്ട്. അല്ല, ഇവര് പറയുന്ന വാക്യം രക്തം കാണുമ്പോ സംഹാരകൻ മാറിപ്പോകുന്നുള്ളതാ. അവിടെ വീണ്ടും പുറപ്പാട് പുസ്തകത്തിലോ ഭാരദൂതൻ. അതെല്ലാം അവിടെ തൊട്ട് കേൾക്കുന്നില്ലായിരുന്നു. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞുള്ളത് ബാക്കിയൊന്നും കേട്ടില്ല. ഓക്കെ, സോറി. എല്ലാരും സാത്താന്റെ പരീക്ഷയാന്ന് പറയപ്പോ. ഇപ്പൊ കേൾക്കാമല്ലോ? ഓക്കെ. അപ്പം പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിന്റെ പുറപ്പാടുമായും മിസ്രൈമിലെ കടിഞ്ഞൂൽ സംഹാരവുമായും ബന്ധപ്പെട്ടാണ് ഈ വിഷയം. ശരിയാണ്, മോശയോട് ദൈവം പറഞ്ഞു, കുഞ്ഞാടിനെ കൊന്ന് രക്തം അടയാളമായി കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടണം. രക്തം കാണുമ്പോൾ സംഹാരദൂതൻ കടന്നുപോകും. ചോദ്യം, അവിടെ പറയുന്ന സംഹാരകൻ ആരാണ്? യഹോവയുടെ ദൈവം തന്നെ.
യഹോവയായ ദൈവം തന്നെയാണ് അവിടുത്തെ സംഹാരകൻ. യഹോവയുടെ ദൂതൻ പോലും എന്നല്ല ആ. കർത്താവ് അവിടെ പറയുന്നത്, ഞാൻ ഇന്ന് ഞാൻ നിന്റെ രാത്രിയിൽ നടുവിൽ കൂടി നിന്റെ യാ നടുവിൽ കടന്നു പോകും. കടന്നു പോകുമെന്ന. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞതുപോലെ രക്തം അടയാളമായിട്ട് ഉള്ള വീടുകളെ ഞാൻ ബാധിക്കാതെ ഞാൻ അതിനെ കടന്നു പോകും എന്നാണ് ദൈവം നേരിട്ട് മോശയോട് പറഞ്ഞത്. അപ്പോൾ അവിടെ പറയുന്ന സംഹാരദൂതൻ എന്നത്, അല്ലെങ്കിൽ സംഹാരകൻ എന്നത് യഹോവയാ ദൈവം തന്നെയാ. നമ്മൾ ഈ സംഹാരകൻ എന്നുള്ളത് സാത്താനോ അല്ലെ സാത്താന്റെ ദൂതനെയോ ആക്കി കളഞ്ഞു. ഇത് വെച്ചുകൊണ്ടാണ് രക്തം കണ്ടാൽ സംഹാരകൻ പേടിച്ചു പോകുന്നു പറയുന്നത്. അപ്പൊ കുഞ്ഞാടിന്റെ രക്തം കണ്ട് യഹോവ പേടിച്ചു പോയതായിരുന്നു? അല്ലല്ലോ. സ്തോത്രം. പകരം യഹോവയായ ദൈവം കൊടുത്ത കൽപ്പന അനുസരിക്കുകയും വാഗ്ദത്തത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന് അവർ വിധേയപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കാതെ, അല്ലെങ്കിൽ അവരുടെ കടിഞ്ഞൂലുകളെ കൊല്ലാതെ അവരെ രക്ഷിച്ചു വെച്ചു, അവരെ സംരക്ഷിച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാത്താനുമായിട്ട് അവിടെ ഒരു ബന്ധമില്ല തന്നെ. അന്നേരം ഈ സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്ന് പാടുന്നത് എന്തുവാ? അത് ഈ അർത്ഥത്തിലാ പാടുന്നത്. Yes, Pastor, so who is that Samhara Doodan? I was going to say the same thing. Yeah. അങ്ങനെയാണെങ്കിൽ ഈ പല പ്രസംഗകരും നമ്മളെ ഒരു വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയില്ലയോ? തീർച്ചയായിട്ടും. ഇങ്ങനെ നമ്മുടെ ഇടയിലും ഒത്തിരി അറിയാതെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അറിവില്ലായ്മകൾ കൊണ്ടുണ്ടായിട്ടുള്ള തെറ്റുകളാണ്. അതുകൊണ്ട് ഇത് ദുരുപദേശം എന്ന് പറയാൻ ഒക്കത്തില്ല. യേശുവിന്റെ രക്തം ജയമെന്ന് പറയാമോ സഭാഷേ? രക്തം ജയം എന്നൊക്കെ പാട്ടുണ്ടല്ലോ. രക്തം ജയം പറയാമോ? ഓക്കെ, രക്തം ജയമെന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. യേശുവിന്റെ രക്തത്താൽ ജയമെന്നും യേശുവിന്റെ ഓഡിയോ വീണ്ടും ഓഡിയോ ഓഡിയോ കേൾക്കുന്നില്ല. അർത്ഥമില്ല. പിന്നെ പോയോ? പിന്നെയും പോയി. പാസ്റ്റർ പറഞ്ഞൊന്നും കേട്ടില്ല. ഓഹോ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. കഴിഞ്ഞ ഒരു സെന്റൻസ്, ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വരുന്നു. ഇപ്പൊ കേൾക്കാമല്ലോ ഏതായാലും. സോറി ഫോർ ബാഡ് ഇന്റർനെറ്റ്. ഇവിടെ കുഴപ്പം, ഇന്നലെ കുഴപ്പമില്ലാഞ്ഞതുകൊണ്ട് ഇന്നങ്ങ് നിന്നതാ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ബൈബിൾ സ്കൂളിലാണ്. സാധാരണ ഞാൻ താമസിക്കുന്ന റൂമിലിരുന്നുകൊണ്ടാ ചെയ്യുന്നത്. ഇതിപ്പം റൗട്ടർ വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ലാബിൽ വന്നിരുന്ന് ചെയ്യുക. ഏതായാലും മുമ്പോട്ട് പ്രയാസം ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഇടയിലും തെറ്റായ ഒത്തിരി പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങള് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒത്തിരി കറക്ഷൻസ് ഒക്കെ ഞങ്ങൾക്കും വരുത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്, നമ്മള് ലേഖനങ്ങളിൽ വായിക്കുന്നത് പോലെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ
ചിലരെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദമായി. പക്ഷേ ഭോഷത്വം പ്രസംഗിച്ച് രക്ഷിക്കേണ്ട ആവശ്യം ഇല്ല. മുൻകാലങ്ങളിൽ പലർക്കും കിട്ടിയ പല വെളിപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ, അവർ അതിനെ വെളിപ്പാടുകൾ എന്ന് വിളിച്ചെന്ന് മാത്രം, പല ഉപദേശങ്ങളും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലതാണ് നമ്മൾ ഇങ്ങനെ ചിലപ്പോഴൊക്കെ എടുത്തു പറയുന്നത്. അതിലൊന്നാണിത്. അപ്പോൾ പുറപ്പാട് 12-ാമത്തെ അധ്യായത്തിൽ സംഹാരകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യഹോവയായ ദൈവം തന്നെയാണ്. ദൈവമാണ് അന്ന് ആ അർദ്ധരാത്രിയിൽ മിസ്രയീമിന്റെ നടുവിലൂടെ കടന്നുപോയത്. സ്തോത്രം. യഹോവ അവരെ സംഹരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 12:29 പ്ലീസ്. എക്സോഡസ് അർദ്ധരാത്രിയിലും 12:29. വായിച്ചു. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദിജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദിജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദിജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. യഹോവ സംഹരിച്ചു. അതിന്റെ 21 മുതൽക്കുള്ള വാക്യങ്ങളിലുമുണ്ട്. ഇനി അതിന്റെ 23 ഒന്ന് വായിച്ചോ. 23. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കായ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നുപോകും. ആര് കടന്നു വരും? യഹോവ. രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നു പോകും. പാസ് ഓവറിന്റെ അർത്ഥം തന്നെ ഇതാണല്ലോ. പാസ് ഓവർ, കടന്നുപോക്കെന്നാണ് പെസഹായുടെ അർത്ഥം. പെസഹ എന്ന പദത്തിന്റെ അർത്ഥം കടന്നു പോവുക. യഹോവ രക്തമടയാളമാക്കിയ വീടുകളെ കടന്നുപോയി. മിസ്രയീമിന്റെ നടുവിലൂടെ യഹോവ അന്ന് രാത്രി കടന്നുപോയി. കടന്നുപോക്ക്, പാസ് ഓവർ, പാസ് ഓവർ. അപ്പോൾ യഹോവ രക്തം കണ്ട് പേടിച്ചതൊന്നും അല്ലല്ലോ. സ്തോത്രം. ആ രക്തം ആ കുഞ്ഞാടിനെ കൊന്നവരുടെ കൈവശമായിരുന്നത് കൊണ്ട് അവർക്ക് അവരുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റും. ദൈവകൂടെ. പിന്നെയും പോയോ ഓഡിയോ? ഇപ്പൊ ശരിയായി. ഒരു സെന്റൻസ് പാസ്റ്റർ പറഞ്ഞോട്ട് കേട്ടില്ലായിരുന്നു. ഇവിടുത്തെ കുഞ്ഞാടുകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ പെസഹ കുഞ്ഞാട്, പാസ് ഓവർ ലാംബ് ആരുടേതായിരുന്നു? ജനത്തിന്റെ, ഇസ്രായേൽ ജനത്തിന്റെ, ഓരോ കുടുംബത്തിന്റെ ആയിരുന്നു. ഒരു കുടുംബത്തിന് ഒരു കുഞ്ഞാട് വെച്ച് അവരവരാ എടുത്തത്. അവരവരുടെ കുഞ്ഞാടിന്റെ രക്തം അവരവരുടെ കയ്യിൽ. യേശു ആരുടെ കുഞ്ഞാടായിരുന്നു? ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ കുഞ്ഞാട. എങ്കിൽ ആ കുഞ്ഞാടിന്റെ രക്തം ആരുടെ പക്കൽ? ദൈവത്തിന്റെ പക്കൽ. അതുകൂടാതെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യവും എബ്രായ ലേഖനം 9-ാം അധ്യായം 13-ാം വാക്യവും.
Ephesians 5:2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസിനിയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. ദൈവത്തിന് അർപ്പിച്ചതുപോലെ. ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി ദൈവത്തിന് തന്നെത്താനെ അർപ്പിക്കുകയായിരുന്നു. ഹീബ്രൂസ് 9:13, 9:13 എബ്രായ ലേഖനം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അതിന്റെ 11 കൂടെ, 11 ഓൾസോ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. യെരുശലേം ദേവാലയത്തിൽ ആണ്ടിൽ ഒരിക്കൽ നടക്കുന്ന 7-ാം മാസം 10-ാം തീയതി നടക്കുന്ന മഹാപാപ പരിഹാര ദിവസം, ദി ഡേ ഓഫ് ഗ്രേറ്റ് അറ്റോൺമെന്റ്, അന്നാണ് മുഴുജനത്തിന്റെയും, ഇസ്രയേൽ ജാതിയുടെ മുഴുവൻ ഒരു വർഷത്തെ പാപത്തിന് പരിഹാരം കാണുന്നത്. അന്ന് ജനത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് അർപ്പിക്കപ്പെടുന്ന യാഗരക്തം പുരോഹിതൻ എവിടെയാ കൊണ്ട് സമർപ്പിക്കുന്നത്? കൃപാസനത്തിങ്കൽ, വിശുദ്ധ മന്ദിരത്തിൽ, വിശുദ്ധാന്തർ മന്ദിരത്തിൽ, അതിവിശുദ്ധ സ്ഥലത്ത്. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ യാഗരക്തവുമായിട്ട് പ്രവേശിക്കും. യേശു മഹാപുരോഹിതനായിട്ട് വന്നു. തന്റെ രക്തമാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തമല്ല, സ്വന്തം രക്തവുമായിട്ട് യേശു മഹാപുരോഹിതനായി എവിടെ പ്രവേശിച്ചു? വിശുദ്ധ മന്ദിരത്തിൽ. വിശുദ്ധ മന്ദിരത്തിൽ. പക്ഷെ ഏത് വിശുദ്ധ മന്ദിരത്തിലല്ല? കൈപ്പണിയല്ലാത്ത സ്വർഗ കൈപ്പണിയായ ഭൂമിയിലെ മന്ദിരത്തിലല്ല. എന്നാൽ അതിൻ്റെ യഥാർത്ഥ പ്രതിരൂപമായ, യഥാർത്ഥ രൂപമായ സ്വർഗത്തിലെ ശ്രേഷ്ഠമേറിയ യഥാർത്ഥമായ ദൈവസന്നിധിയിൽ തന്നെ തൻ്റെ പ്രായശ്ചിത്ത രക്തം മാനവജാതിക്ക് വേണ്ടി അർപ്പിച്ചു. ഈ നിലകളിലെല്ലാം യേശുവിന്റെ രക്തത്തിന്റെ കസ്റ്റഡി, അതിൻ്റെ അവകാശം, കൈമുതലായി അല്ലെങ്കിൽ കൈവശാവകാശം ഒരു മനുഷ്യനും ഇല്ല. അത് ദൈവത്തിന് മാത്രമാണ്. ആ ദൈവത്തിന്റെ അവകാശത്തിലും ദൈവത്തിന്റെ കസ്റ്റഡിയിലും കൈവശവും ഇരിക്കുന്ന രക്തം നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? അത് വീണ്ടെടുപ്പിന് വേണ്ടി മാത്രം, പാപപരിഹാരവുമായി മാത്രം, ശുദ്ധീകരണവുമായി മാത്രം ബന്ധപ്പെട്ടതാ. അല്ലാതെ നമ്മൾ പാരമ്പര്യമായി കേൾക്കുന്നത് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശമൊക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ. നമുക്കുണ്ടാകുന്ന പല ആവേശങ്ങളും വചനപ്രകാരമൊന്നുമല്ല. ഉറച്ചൊന്ന് ഹല്ലേലൂയ പറ, സാത്താൻ ഓടിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയയുടെ ശബ്ദം കേട്ടാൽ ഓടിപ്പോന്നവനാണോ സാത്താൻ? അല്ല.
യേശുവിന്റെ നാമമോ യേശുവിന്റെ രക്തമോ ഒന്നും പറഞ്ഞാൽ അങ്ങനെ ഭൂതാത്മാക്കളും ദുരാത്മാക്കളും സാത്താനും ഒന്നും പോകത്തില്ല. ഇന്നലെയോ മിനിയാന്നോ മറ്റോ നമ്മൾ വായിച്ചതല്ലായിരുന്നോ? ഇല്ല, ഞങ്ങളുടെ ചർച്ചിലെ പ്രാർത്ഥനയ്ക്കായിരുന്നു തോന്നുന്നു ആ വാക്യം വായിച്ചത്. ഈ കഴിഞ്ഞ ദിവസം അപ്പോസ്തല പ്രവൃത്തികൾ 19-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിച്ചിരുന്നു. സ്കേവ എന്ന മഹാപുരോഹിതന്റെ 7 മക്കൾ ഈ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് പറയുന്നു ഒരു ഭൂതരസന്റെ അടുക്ക് ചെന്ന കാര്യം നമ്മുടെ കൂട്ടത്തിലായിരുന്നു വായിച്ചത്. അല്ലെന്ന് തോന്നുന്നു. പിന്നെ പോയോ? നമ്മുടെ കൂട്ടത്തിലല്ല ശബ്ദം വായിച്ചത്. പോയോ? ഓക്കെ, വന്നു. ഓക്കെ, ഈ ദിവസങ്ങളിൽ തന്നെ ഞാൻ ഏതോ ഹിന്ദി മീറ്റിംഗിലായിരുന്നു എനിക്ക് തോന്നുന്നു. യേശുവിന്റെ നാമവുമായിട്ടാണ് ഈ ദുരാത്മാവിന്റെ അടുക്കൽ അവൻ ചെന്നത്. യേശുവിന്റെ നാമം കേട്ട് അവൻ പേടിച്ചൊന്നുമില്ല, ദുരാത്മാവ് പേടിച്ചതൊന്നുമില്ല. യേശുവിന്റെ നാമം അല്ലെങ്കിൽ യേശുവിന്റെ രക്തമൊക്കെ ആരെ ഉച്ചരിക്കുന്നു എന്നുള്ളതും കൂടെ പ്രസക്തമാണ്. ആരെങ്കിലും രക്തം ചെയ്യവും യേശുവിന്റെ നാമോ ഒന്നും പറഞ്ഞാലൊന്നും സാത്താനും ദുരാത്മാക്കൾക്കും ഒരു ഭയം ഉണ്ടാവുന്നില്ല കേട്ടോ. നാമം ദൈവവുമായുള്ള ബന്ധമാണ് അവിടുത്തെ വിഷയം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് ക്ഷമിക്കണേ. അതുകൊണ്ട് നമുക്ക് ബൈബിളിൽ അടിസ്ഥാനമില്ലാത്ത കേൾക്കുന്നില്ലേ? വളരെ മോശമാണ്. കേൾക്കുന്നില്ല? അല്ല, കേൾക്കാം, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഓഡിയോ. ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ആക്കിക്കൊള്ളട്ടെ. വീഡിയോ ഓഫ് ആക്കിയതിൽ ക്ഷമിക്കുക. എന്നാലും ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് പാസ്റ്റർ, ഇപ്പൊ കുഴപ്പമില്ല. ഏതായാലും നോക്കാം. വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ആവേശം പകരുന്നതാകാം, പക്ഷേ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കാരണം ആത്മീയത വെറും ഒരു ആവേശത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ല. സത്യത്തിൽ, സത്യയായതിൽ, റിയാലിറ്റിയിൽ, ഫാക്ട്സിൽ അടിസ്ഥാനപ്പെട്ടതാണ്. യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ ചിലപ്പോൾ നമ്മെ ആവേശം കൊള്ളിച്ചില്ല എന്ന് വന്നേക്കാം. ഇപ്പൊ കേൾക്കാൻ പ്രയാസമുണ്ടോ? ശബ്ദം വ്യക്തമാണോ? ഓക്കെ. ഓക്കെ, എനിക്ക് നിങ്ങളെയൊക്കെ കാണാം കേട്ടോ. അതുകൊണ്ട് കൈയൊക്കെ കാണിച്ചാലും മതി. പറഞ്ഞു വന്നത്, തിരുവെഴുത്തിലെ സത്യങ്ങൾ ചിലപ്പോൾ നമ്മെ ഈ പറയുന്നത് പോലെ ആവേശഭരിതരാക്കില്ല.
അല്ലാതെയുള്ള പലതും പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് പ്രസംഗകന്റെയും കാഥികന്റെയും ഒക്കെ ചില പൊടിക്കൈകൾ അതിനകത്തിൽ വരുത്തി വലിയ ആവേശമുണ്ടാക്കിയേക്കാം. അതിൽ അർത്ഥമില്ല. കാര്യങ്ങള് വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം. ഓക്കെ. Yes, Pastor. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ ക്രൂശിലെ മരണത്താൽ പിശാചിനെ തോൽപ്പിച്ചു. അത് അക്ഷരീയമായ ഒരു യുദ്ധമായിരുന്നില്ല. അതിലെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ക്രിസ്തു തന്റെ രക്തത്താൽ പിതാവായ ദൈവത്തിന്റെ നീതിയുള്ള ഡിമാൻഡ്സ്, റൈറ്റ്ഷ്യസ് ഡിമാൻഡ്സ്, ദൈവത്തിന്റെ നീതിയുടെ ആഹ്വാനത്തെ നിവർത്തിച്ചതു, ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തിയതു, ദൈവത്തിന്റെ പരിശുദ്ധിയെയും ദൈവത്തിന്റെ നീതിയെയും യേശുവിന്റെ ക്രൂശിന്റെ രക്തം തൃപ്തിപ്പെടുത്തി. എങ്ങനെ? പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട്. അത് നിമിത്തം ദൈവത്തിന്റെ മേൽ നീതികേട് ആരോപിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പുത്രന്റെ മരണം കൊണ്ടായിട്ട് കൂടെ ദൈവം തന്റെ നീതി നിവർത്തിച്ചു. രണ്ട്, യേശു എങ്ങനെയാ യുദ്ധം ക്രൂശിൽ ജയിച്ചു? പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, പിശാചിന് മനുഷ്യന്റെ മേൽ പാപം നിമിത്തം കൈവന്ന അവകാശം നഷ്ടപ്പെട്ടു. His hold on mankind because of sin was lost. His hold was loosened, untied. നമ്മൾ ഇന്നലെ കണ്ടു, ദൈവം മനുഷ്യനെ അവന്റെ പാപം നിമിത്തം പലതിനും അടിമപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ റോമർ 8 നമ്മൾ വായിച്ചു 19 മുതലുള്ള വാക്യങ്ങളെന്ന്. ഇപ്പം ദൈവത്തിന്റെ നീതിയെ നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ, തൃപ്തിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ പാപത്തിനെതിരെ എരിഞ്ഞുകൊണ്ടിരുന്ന ക്രോധാഗ്നി കെട്ടു. യേശു അത് നിവർത്തിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യനെ ദൈവം തിരികെ കൈക്കൊണ്ടു. അവന് വേണ്ടി അടച്ച വാതിൽ ദൈവം അവന് വേണ്ടി തുറന്നു കൊടുത്തു. അവന് വേണ്ടി ദൈവം വാതിൽ അടച്ച് പുറത്താക്കിയിരുന്നത് കൊണ്ടാണ് പുറത്തുണ്ടായിരുന്നവർക്ക് ആ മനുഷ്യന്റെ മേൽ അവകാശം ഉണ്ടായത്. ഇപ്പോൾ അവന് വേണ്ടി വാതിൽ തുറന്ന് അവനെ അകത്ത് കയറ്റി. അങ്ങനെ പിശാചിന് ന്യായമായും മനുഷ്യന്റെ മേൽ ഉണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കിയെന്ന് നാം വചനത്തിൽ വായിക്കുന്നത്. അങ്ങനെയാണ് അവനെ ആയുധവർഗം വയ്പ്പിച്ചെന്ന് ഇന്നലെ നമ്മൾ കൊലോസ്യർ 2:15 വായിച്ചത്. ഈ രണ്ട് രീതിയിലാണ് യേശു ക്രൂശിലെ യുദ്ധം ജയിച്ചത്. ഇത്രയും കാര്യങ്ങള് വ്യക്തമാണോ? Yes, Pastor.
മുൻപോട്ട് പോകാമല്ലോ. എന്തെങ്കിലും വിശദീകരണം? വേണ്ട. തിരികെ വരാം വെളിപ്പാട് 14 അങ്ങനെ യേശുക്രിസ്തു ഇപ്പോൾ ജയാളിയുടെ കിരീടം വെച്ചുകൊണ്ട്, ജയാളിയുടെ കിരീടം പിന്നെ പോയി അല്ലേ? ഇപ്പോഴോ? ഓക്കെ. യേശുക്രിസ്തു ജയാളിയുടെ കിരീടം ഇപ്പൊ ശരിയായല്ലേ? ക്രിസ്തു ജയാളിയുടെ പൊൻകിരീടധാരിയായി ന്യായം വിധിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു. സ്തോത്രം. ഇവിടെ നമുക്ക് യേശുക്രിസ്തു അങ്ങനെ ജയാളിയായിട്ട് വെളുത്ത മേഘത്തിൽ കൊയ്യുവാനുള്ള മൂർച്ചയേറിയ അരിവാളുമായിട്ട് ഇരിക്കുന്നത് കാണുന്നു. നമുക്കിവിടെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ കൂടെ എടുത്ത് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളുടെ അധ്യായം. ആദ്യത്തെ 2 ഉപമകൾ വിതയ്ക്കുന്നവന്റെ ഉപമയാണ്. 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളും അതേ തുടർന്ന് 24 മുതൽക്കുള്ള, അതായത് 30 വരെയുള്ള വാക്യങ്ങളും. ഇത് രണ്ടും വിതയ്ക്കുന്നവന്റെ ഉപമയാണ്. അവിടെ വിതയ്ക്കുന്നവൻ ആരാണ്? വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ, യേശുക്രിസ്തു. മനുഷ്യപുത്രൻ നമ്മൾ ഇന്നലെ കണ്ടു. 2 അർത്ഥത്തിൽ യേശുവിനെയാണ് അത് കുറിക്കുന്നത്. ഒന്ന് യേശുവിന്റെ മനുഷ്യത്വത്തെ കുറിക്കുന്നു, മറ്റൊന്ന് യേശുവിന്റെ മശിഹാത്വത്തെ കുറിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. എന്നിട്ട് രണ്ടാമത്തെ ഉപമ 24 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ ഒരുക്കിയെടുത്ത നിലത്തിൽ വിതച്ച നല്ല വിത്ത്, ഗുഡ് സീഡ്, നല്ല വിത്ത്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു? ദുഷ്ടൻ വന്ന് കള വിതച്ചു. Weed also was sown by the wicked one or the enemy. അതിന്റെ 36 തൊട്ടുള്ള വാക്യങ്ങളിൽ 46 അതിന്റെ ഉപമയുടെ അർത്ഥം നമുക്ക് കാണാം. ഉപമയുടെ അർത്ഥം
വീണ്ടും അതിന്റെ 37-ാമത്തെ വാക്യത്തിലുണ്ട്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. Verse 37 says, the Son of Man is the sower of good seed. പിന്നീട് ഇങ്ങോട്ട് വരുന്നുണ്ട്, കൊയ്ത്ത്. വേഴ്സ് നമ്പർ 39, 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. And the enemy who sowed them is the devil. The harvest is the end of the age, and the reapers are angels. കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. The harvest is, what is harvest? End of the age. End of the age or end of the world. ലോകാവസാനത്തിനെയാണ് ഇവിടെ കൊയ്ത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ വെളിപ്പാട് 14-ാമത്തെ അധ്യായത്തിലും ഒരു കൊയ്ത്ത് കാണും. ആ കൊയ്ത്തിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്, അല്ലെ? ഒന്ന്, മുപ്പതാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. വേഴ്സ് നമ്പർ 30, മത്തായി 13:30. Let both grow together until the harvest, and at harvest time I will tell the reapers, gather the weeds first and bind them in bundles to be burned, but gather the wheat into my barn. 2 things happens at the harvest. എന്തൊക്കെയാ? Collection of the wheat and rejection or burning of the chaff and weeds. കൊയ്ത്തിൽ 2 കാര്യങ്ങൾ. ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നു. പിന്നെ കളയെല്ലാം കൂടെ പറിച്ചു കൂട്ടി ചുട്ടുകളവാനായിട്ട് കെട്ടിവെക്കുന്നു. അപ്പൊ ലോകാവസാനത്തിൽ 2 കാര്യങ്ങൾ നടക്കും. ഗോതമ്പിന്റെ ഫലശേഖരണം, reaping and collection of the wheat. 2, burning of the weeds, കളയുടെ നശീകരണവും. ഇത് 2 നടക്കും. ഇവയുടെ ഏതാണ്ട് ഒരു നടത്തിപ്പാണ് ഈ 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് 2-ാമത്തെ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന കൊയ്ത്തിന്റെ ഒരു അവസ്ഥയാണ് നമുക്ക് വെളിപ്പാട് 14-ാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് ഇപ്പോൾ കഴിയുന്നത്. 14 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ നാം കാണുന്നത്
കർത്താവ് ഈ രണ്ട് സംഗതികളും ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ, യേശു കർത്താവ് ഇവിടെ ഓർപ്പിച്ചതുപോലെ നടത്തുകയാണ്. അപ്പൊ ഒന്നാമത്തെ ഭാഗം 14 തൊട്ട് 16 വരെ നാം അവിടെ കാണുന്നത് For the harvest of the earth is ripe. റൈപ്പിന് അവിടെ പറഞ്ഞിരിക്കുന്നത് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. ഗ്രീക്ക് പദത്തിന്റെ നല്ല വ്യാഖ്യാനം. Ancient Greek word for ripe has a negative sense, to become dry or withered. ഇവിടെ വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നെന്ന് മലയാളത്തിൽ കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ fully ripe.